പകല് വ്യവസ്ഥയിലായിരിക്കാനുള്ള സാവകാശം ലഭിക്കുമല്ലോ. ഈ നാളുകളിൽ നാം അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവി സകലയിടവും നിന്റെ അടുക്കലേക്ക് വരും എന്ന് വായിക്കുന്നു. ഇന്ന് പകല് ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രാർത്ഥന എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. നമ്മുടെ ജീവിതത്തില് ദൈവവുമായി ബന്ധപ്പെടുന്ന അത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ബലം. അനേക വിഷയങ്ങൾ ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിപ്പാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മെ ബലപ്പെടുത്തുന്ന വിഷയം പലതരത്തിൽ വ്യക്തമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പോകുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങള് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 91-ാം സങ്കീർത്തനം 14-15 വാക്യങ്ങള് ചിന്തിക്കുമ്പോൾ 91-ാം സങ്കീർത്തനം 14-15 വാക്യങ്ങളില് ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിളിക്കും. അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നോട് വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരമരുളും. ആ ഭാഗം എടുത്തവരുടെ ഒന്ന് വായിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഈ വാക്യങ്ങള് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്. പലപ്പോഴും നമ്മള് പ്രസംഗത്തിലൂടെയൊക്കെ കേട്ട പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വാക്യങ്ങളാണ്. നാം ആ ഭാഗം ചിന്തിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുകയാണ് എങ്ങനെയാണ്, എപ്പോഴാണ് വിടുവിക്കുന്നത്, എന്തുകൊണ്ടാണ് വിടുവിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. എന്നോട് പറ്റിയിരിക്കുക. അപ്പൊ ദൈവം വിടുവിക്കുന്നത് ആരെയാണ്? ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെയാണ് വിടുവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ പറ്റിയിരിക്കുന്ന ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തില് യോശുവയുടെയും കാലേബിന്റെയും ഒക്കെ വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അവര് പറയുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്ത് ഞങ്ങൾ എന്ത് ചെയ്തു? ചെന്ന് ചേരുവാൻ. ഞാൻ ആ ഭാഗത്തെ കുറിച്ച് അധികം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, ദൈവം വിടുവിക്കുന്നത് ദൈവത്തോട് പറ്റി നിൽക്കുന്നവരെയാണ്. യോശുവയുടെ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം അറിയാം. അനേകര് ദൈവത്തിൽ അവിശ്വാസമുള്ളവരായി തീർന്നപ്പോൾ ചുരുക്കം പേരായ യോശുവയും കാലേബും അവരോട് പറയുകയാണ്, നമ്മുടെ ദൈവത്തിന് നമ്മെ സഹായിപ്പാൻ കഴിയും. വാഗ്ദത്തം ചെയ്ത ദേശം നമുക്ക് തരാൻ നമ്മുടെ ദൈവം ആരാണ്? വിശ്വസ്തനാണ്. അപ്പൊ പറ്റിയിരിക്കുന്നതിന്റെ ഗുണം അതാണ്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് യേശുക്രിസ്തു പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരനാണ്. കൊമ്പിലെ മുന്തിരിവള്ളിയോട് ചേർന്നിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കഴിയത്തില്ല. അപ്പോൾ ആ 15-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, യേശുക്രിസ്തു മുന്തിരിവള്ളിയായിരിക്കുന്നു, നാം ആരാണ്? കൊമ്പുകളാണ്. എങ്ങനെ പറ്റിയിരിക്കണമെന്നാണ് പറയുന്നത്?
വിളിയോടെ കൊമ്പ് എത്രമാത്രം പറ്റിയിരിക്കുന്നുവോ അത്രമാത്രം നാം കർത്താവിനോട് എന്തിരിക്കണം, ചേർന്നിരിക്കണം, പറ്റിയിരിക്കണം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതാണ് പറ്റിയിരിക്കുന്നതിൻ്റെതായ വിഷയം കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വായിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അതൊരു വാക്തത്വമാണ്. നാം കർത്താവിനോട് ചേർന്നിരിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിയുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് വിടുതലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനം 16:8 ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ആ ഭക്തൻ പറയുന്ന കാര്യമാണ്, ഞാൻ എപ്പോഴും എന്റെ കർത്താവിനെ മുമ്പിൽ എന്തിരിക്കുക, വെച്ചിരിക്കുകയാണ്. ജീവിതത്തിന്റെ ഓരോ തുറകളിലും നാം കർത്താവിന് സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ ഒരു ഭക്തന് അനുഭവിച്ചറിയാൻ കഴിയുന്ന കാര്യം ഇതാണ്. അവൻ പറയുകയാണ്, എന്റെ ദൈവം എവിടെയുണ്ട്? എന്റെ വലത്തുഭാഗത്തുണ്ട്, എന്റെ വലത്തുഭാഗത്തുണ്ട്. അതുകൊണ്ട് എന്റെ ജീവിതത്തിലുള്ള അനുഭവം ഇതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, കുലുങ്ങിപ്പോവുകയില്ല. അപ്പൊ കുലുങ്ങാതിരിക്കുന്നത് എന്താണ്? നമ്മുടെ ദൈവം നമ്മുടെ വലത്തുഭാഗത്തുണ്ട്. വലത്തുഭാഗത്തുണ്ട് എന്ന ഫീലിംഗ് എപ്പോഴും ഉണ്ടാകുന്നു. ഞാൻ എപ്പോഴും എന്റെ ദൈവത്തെ എന്റെ മുമ്പിൽ എത്തിയിരിക്കുക, വെച്ചിരിക്കുകയാണ്. എപ്പോഴും ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്ന അനുഭവം. അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? ആ 16-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. 16-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവന് അനുഭവിച്ചറിയുന്ന കാര്യമാണ്, എന്റെ ദൈവം എന്റെ വലത്തുഭാഗത്ത് ഉണ്ട്. അപ്പൊ ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുന്ന ഒരു ഭക്തൻ ഉണ്ടാകുന്ന അനുഭവമാണ് എന്റെ ദൈവം എന്റെ വലത്തുഭാഗത്തുണ്ട് എന്നുള്ള അനുഭവം. നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഫീലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ബലമാണെന്ന് അറിയാമോ? എത്ര ധൈര്യമാണ് നമുക്കുള്ളത്. നമ്മുടെ ഈ ജീവിതയാത്രയില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ നമുക്ക് ബലം ഉണ്ടാകുവാൻ. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ബലം. യോശുവയോട് ദൈവം പറയുന്നു, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ധൈര്യപ്പെടണം, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടാണ് നാം ഭയമില്ലാതെ പോകുവാൻ നമുക്ക് ബലം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാന് കുലുങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് അടുത്ത ഭാഗം കൂടെ വായിക്കാം. എന്റെ ഹൃദയം സന്തോഷിക്കുന്നു. അപ്പൊ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ വലത്തുഭാഗത്തുണ്ടെങ്കിൽ ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിലെ റിസൾട്ട്, എന്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കുന്നു. അപ്പൊ ഹൃദയത്തിന് ആശ്വാസം, മനസ്സിന് സന്തോഷം, നമ്മുടെ ശരീരത്തിനും എന്തുകൊണ്ട് ബലമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിയുമ്പോൾ, എന്റെ വലത്തുഭാഗത്ത് എന്റെ കർത്താവ് ഉണ്ട് എന്നുള്ള ആ ബലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും എല്ലാം വലിയ ബലം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സങ്കീർത്തനം 34-ാം വാക്യം ഒന്ന് വായിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ,
മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു. ദൈവം കൂടെ ഇരിക്കുന്നത്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം ഉണ്ടാകണമെങ്കിൽ തകർന്ന ഹൃദയത്തോട് നാം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകണം. അപ്പോൾ 91 സങ്കീർത്തനത്തിൽ ഞാൻ കണ്ടത് അതാണ്. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. എന്നിട്ട് അടുത്തത് പറയുകയാണ്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. അത് നമ്മളുള്ള വാക്തത്വമാണ്, ഒരു ഭക്തനോടുള്ള ദൈവത്തിന്റെ വാക്തത്വമാണ്. നീ നിലവിളിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ഉത്തരമരുളും. ദൈവത്തിന് മൊത്തം കരയേക്കാമോ? അത് നമ്മളുള്ള വാക്തത്വമാണ്. അത് നമ്മോട് ദൈവം പറയുന്ന ശക്തമായ വാക്തത്വമാണ്. നീ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരമരുളാം എന്ന്. ഞാൻ നിനക്ക് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും എന്നാണ് കാണാൻ കഴിയുന്നത്. കഷ്ടകാലത്ത് ദൈവം കൂടെ ഇരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം 46 നമ്മൾ വായിക്കുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഒത്തിരി നമ്മൾ അനുഭവിച്ചറിയുന്നത് വേദന ഉണ്ടാവുമ്പോൾ, ഭാരമുണ്ടാവുമ്പോൾ, കഷ്ടതയിലൂടെ നാം കടന്നു പോകുമ്പോഴാണ് ദൈവത്തിന്റെ പരിപാലനവും കരുതലും കാവലും ഒക്കെ നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയായിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വാക്തത്വം കൊണ്ട് നമുക്ക് മറുപടി തരാമെന്ന്. ഒന്നാമത് നമ്മൾ കണ്ട 91 സങ്കീർത്തനം 14-15 വാക്യങ്ങളിലാണ്. യെശയ്യാവിന്റെ പുസ്തകം 58 അധ്യായം അതിന്റെ 9 വാക്യം നമ്മൾ വായിക്കുക. യെശയ്യാവ് 58:9. യെശയ്യാവ് 58 അധ്യായത്തില് ദൈവം ചോദിക്കുന്ന ചില ചോദ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 5-ാം വാക്യത്തിൽ ദൈവം ചോദിക്കുകയാണ്, എനിക്ക് ഇഷ്ടമുള്ളതിന് മുമ്പും മനുഷ്യൻ ആത്മദമനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴാമ്പൽ പോലെ കുനിക്കുക, രട്ടും വെണ്ണീരിലും വിരിച്ചു കിടക്കുക, ഇതാകുന്നുവോ എനിക്ക് ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്. 6 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം പറയുന്ന കാര്യം ഇതാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം എന്താണ് എന്നാണ് പറയുന്നത്. അന്യായ ബന്ധനങ്ങളെ അടിക്കുക, നുഖത്തിന്റെ അമിക്കാരികളെ അടിക്കുക, വീടുതര സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവനെ നിന്റെ ആഹാരം കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലയോ? 8-ാം വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. 8-ാം വാക്യം ശ്രദ്ധിക്കുക, അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നമ്മുടെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കണമെങ്കിൽ 8-ാം വാക്യത്തിൽ അപ്പോൾ നിന്റെ വെളിച്ചം എപ്പോഴാണെന്നറിയാമോ? നാം ദൈവസന്നിധി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിപ്പാനിടയായിത്തീരും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. 9-ാം വാക്യത്തിലാണ് നാം വായിച്ചത്, അപ്പോൾ നീയെ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. അപ്പോൾ ദൈവം വിളിക്കുമ്പോൾ, നാം വിളിക്കുമ്പോൾ ദൈവം മറുപടി അയക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ലൂക്കോസ് 11:9 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: മുട്ടുവീൻ തുറക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് ലൂക്കോസ് 11:9 പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം ഇവിടെ ഒന്ന് വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 15:7. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 15:7. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ദൈവവചനം നമ്മളെ പരിശോധിക്കുമ്പോൾ ഇനിയും അനേക ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നീ നിലവിളിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എന്ന് അനേക ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി രണ്ടാമത് ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം, എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ തക്കവണ്ണം നാം ചെയ്യേണ്ട കാര്യങ്ങൾ, എങ്ങനെ നിലവിളിച്ചാൽ ദൈവം നമുക്ക് മറുപടി തരും എന്നുള്ള ഭാഗമാണ് ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. 2 കോരിന്ത്യർ 2 ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിക്കും. 7:14. ശലോമോൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവിടെ 7:14 ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്: എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. ഇപ്പൊ ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് അവിടെ കാണാൻ കഴിയുന്നത്. ദൈവം പറയുകയാണ്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം ഒന്നാമത് ചെയ്യേണ്ടത് എന്താണ്? തങ്ങളെ തന്നെ താഴ്ത്തണം. ചിലരെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ ഞങ്ങളെ താഴ്ത്തുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ താഴ്ത്തുന്നു, ഞങ്ങളുടെ വിശ്വാസനെ താഴ്ത്തുന്നു എന്നൊക്കെ ഫോർമാലിറ്റിക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഈ വാക്കുകൊണ്ടല്ല താഴ്ത്തേണ്ടത്. നാം നമ്മെ തന്നെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം? താഴ്ത്തുവാനിടയാകണം. തങ്ങളെ തന്നെ താഴ്ത്തി ഒന്നാമത് നാം താഴ്മ എന്ത് ചെയ്യണം? ധരിക്കണം. ദൈവസന്നിധിയിൽ താഴണം. ദൈവസന്നിധി നാം ഒന്നുമില്ലാതെ സമർപ്പിക്കണം. ദൈവമാണ് വലിയ ദൈവം, നാം ഒന്നുമില്ല. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാവുന്നു, വയലിലെ പൂ പോലെ അത് പൂക്കുന്നു. നാം ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. എത്ര അനർത്ഥങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിന്റെ തൊട്ട് അപ്പുറത്തുള്ള വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായിരുന്നു. ഒരസുഖവും ഇല്ലായിരുന്നു. തന്റെ 3.5 വർഷം ആയതിനുള്ളിൽ വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യ ഫയൽ ചെയ്ത് വരാറായി. ഈ ജനുവരിയിൽ വരാനിരുന്നതാണ്. അപ്പോൾ ഭാര്യയും ഒരു കുഞ്ഞുണ്ട്, 1.5 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. വരുമ്പോഴത്തന്നെ ഒരു പുതിയ കാർ വാങ്ങണമെന്നുള്ള ആഗ്രഹത്തോടെ പോയതാണ്. പോയി ഇടയ്ക്ക് വെച്ച് അലർജി പോലെ എന്തോ തോന്നി. ഹോസ്പിറ്റലിൽ അവരെ 911 വിളിച്ചു പോയി. ഇഞ്ചക്ഷനെ കൊടുത്ത് നോർമലായതാണ്. പിന്നെ ഹോസ്പിറ്റലിൽ എന്തോ അവര് ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നീട് പറയുന്നത് മരിച്ചുപോയി എന്നാണ്. ആരോഗ്യത്തോടെ നിന്ന് ആ ചെറുപ്പക്കാരൻ 39 വയസ്സുള്ള. ഇന്നലെ ആ സഹോദരി
നാട്ടിൽ നിന്ന് കടന്നു വരുവാൻ ഇടയായിത്തീരുന്നു. എത്ര ദയനീയമായ കാര്യം. ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ നിലയിലെല്ലാം എത്രമാത്രം. എന്നാൽ നമ്മെ നിർത്തുന്നത് ദൈവത്തിന്റെ കൃപയാണ്. നാം നിൽക്കുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒത്തിരി ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. ലോകത്തിലെ സംഭവങ്ങൾ അങ്ങനെയൊക്കെ നമ്മളെ വിളിച്ചു പറയുമ്പോൾ നമുക്ക് ദൈവത്തിന് വിടുതലിന് വേണ്ടി താഴ്ത്തി കൊടുക്കാം. അതാണ് വചനം പറയുന്നത്. തങ്ങളെ തന്നെ താഴ്ത്തി. എന്നിട്ട് ഒന്നാമത് വിടുതൽ വേണമോ, പ്രാർത്ഥനയ്ക്ക് മറുപടി വേണമോ, സൗഖ്യം വേണമോ? അവിടെ പറയുന്നു, ഞാൻ എന്റെ ദേശത്തിന് എന്ത് കൊടുക്കും? സൗഖ്യം തരും. നാം ഈ നാളിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക വിഷയങ്ങൾ. നമുക്ക് സൗഖ്യം ആവശ്യമാണ്. നമുക്ക് വിടുതൽ ആവശ്യമാണ്. ഫോർമാലിറ്റിക്ക് വേണ്ടി എന്നെ താഴ്ത്തുന്നു എന്ന് പറയുവാനില്ല. നമ്മുടെ കുറവുകളെ ദിവസം ഏറ്റു പറയേണ്ട ദിവസങ്ങളാണ്. നാം വിചാരിക്കും നമുക്കെല്ലാം ഉണ്ട്. നാം പ്രിയപ്പെട്ടവരെ, നാം ഒന്നുമില്ല. നമുക്ക് പ്രശംസിപ്പാനും പോരുവാനും ഒന്നുമില്ല. നമുക്ക് ഈ നാളിൽ ദൈവത്തിന് വിടുതൽ ആവശ്യമാണ്. നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ നാം വായിക്കുന്നു, തങ്ങളെ തന്നെ എന്ത് ചെയ്യണം? താഴ്ത്തി. എന്നിട്ട് രണ്ടാമത് നമ്മോട് പറയുന്ന കാര്യം പ്രാർത്ഥിച്ച്. അപ്പൊ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നാ പറയുന്നത്? താഴ്ത്തി പ്രാർത്ഥിക്കണം. എന്നിട്ട് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ, നിങ്ങള് പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് ദുർമാർഗമൊന്നുമില്ല, ഞങ്ങള് നല്ലവണ്ണമൊക്കെയാ പോകുന്നതെന്നൊക്കെ നമുക്ക് പറഞ്ഞേക്കാം. എന്നാൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ദൈവത്തിന് ഹിതമില്ലാതെ നമ്മുടെ ജീവിതത്തില് അല്ലാത്ത എല്ലാ ദുർമാർഗം തന്നെയാണ്. ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ദൈവം പറയാം, ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം കൊടുക്കും. ദേശത്തിന് സൗഖ്യം കൊടുക്കും. നമുക്കും നമ്മുടെ ദൈവത്തോട് നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ വേണ്ടത് നമ്മുടെ സഭയ്ക്ക് സൗഖ്യം ആവശ്യമാണ്. നാം പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങൾക്ക് മറുപടി ആവശ്യമാണ്. അതിന് ദൈവത്തിൽ നിന്ന് വിടുതൽ വേണമെങ്കിൽ ഒരു കുറുക്കു വഴിയുമില്ല. നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത് വിടുതല്, പെട്ടെന്ന് വിടുതൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് വിടുതൽ വേണമെങ്കിൽ ദൈവവചനപ്രകാരം നമ്മെ തന്നെ സമർപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്നും വിടുതല് വായ്പാൻ കിട്ടുന്ന കഴിയുള്ളൂ. അതാണ് നാം കാണുന്നത്. അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും എന്ന് ദൈവം പറയുമ്പോൾ, ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം കൊടുക്കും എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് സൗഖ്യം ആവശ്യമാണ്. നാം ചെയ്യേണ്ടത് നാം നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുക എന്നതാണ്. അപ്പോൾ അതാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത്. ഒന്നാമത് അതാണ്. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം അതുകൂടെ വായിച്ച് ഞാൻ എന്റെ ചിന്ത ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിക്കും. അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാ കാണുന്നത്. യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
യാചിക്കുന്നതൊക്കെ ലഭിച്ചുവെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, ഞാനിന്നും പ്രാർത്ഥിച്ചു കളഞ്ഞേക്കാം, ദൈവം മറുപടി തരുന്നെങ്കിൽ തന്നോട്ടെ എന്നല്ല, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം മറുപടി തരും. ദൈവം തന്നു എന്ന് നാം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അവിടെയാണ് മറുപടി ലഭിക്കുന്നത്. അങ്ങനെ നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് എന്തോ ഉണ്ട്? മറുപടിയുണ്ട്. പണ്ട് ഇങ്ങനെ കേട്ടതുപോലെ, അല്ലേലും എനിക്കറിയാതെ നീ മലയൊന്നും ഞാൻ ആ ഭാവമൊന്നും പറയുന്നില്ല. നാം മുൻവിധിയോടല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും. ദൈവം വലിയ ദൈവമാണ്. അവൻ ഒന്നുമില്ലാതെ സകലത്തെ ഉളവാക്കിയ ദൈവമാണ്. നമ്മുടെ തലവേദനയെ മാറ്റാൻ കഴിവുള്ള ദൈവം, വലിയ വലിയ രോഗത്തെയും മാറ്റുവാൻ അവൻ ആരാണ്? ശക്തനായ ദൈവമാണ്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് ലഭിച്ചു എന്ന് വിശ്വസിപ്പാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോട് ദൈവത്തോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചാൽ മറുപടി ലഭിപ്പാർന്ന് തീരും. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം.